ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മാത്സിലെ രണ്ടാമത്തെ യൂണിറ്റ്, നമ്മുടെ സെക്കൻഡ് യൂണിറ്റ്, നമ്പേഴ്സ് ആർ അവർ ഫ്രണ്ട്സ്. അപ്പൊ എല്ലാ കൂട്ടുകാരും ഫസ്റ്റ് യൂണിറ്റിന്റെ ക്ലാസ് കണ്ടു കാണുമല്ലോ. നമ്മുടെ ക്ലാസ് കാണാത്ത കൂട്ടുകാരുടെ തീർച്ചയായും കാണാം. നമ്മൾ ലെറ്റ്സ് ഡ്രോ എന്നുള്ള ഫസ്റ്റ് യൂണിറ്റിന്റെ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാത്സിന്റെ മാത്രമല്ല എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളും 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും കാണുക. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സെക്കൻഡ് യൂണിറ്റ്, നമ്പേഴ്സ് ആർ അവർ ഫ്രണ്ട്സ്. ഫിൽ ദ സെൽസ്. ഇവിടെ ആദ്യം തന്നെ ഒരു ഗെയിം ആണ് തന്നിരിക്കുന്നത്. ഈ ഗെയിം വിത്ത് ടോക്കൺസ് ആണ്. അപ്പൊ നോക്കിക്കോ, ഇവിടെ കുറച്ച് സെൽസ് കാണുന്നില്ലേ, കുറച്ച് കളങ്ങൾ കാണുന്നുണ്ട് അല്ലേ? ഫിൽ ദ സെൽസ് വിത്ത് ടോക്കൺസ് നമ്പേർഡ് ഫ്രം 1 to 100. അപ്പൊ 1 തൊട്ട് 100 വരെ നമ്പേഴ്സ് ആണ് നമ്മളോട് ഫിൽ ചെയ്യേണ്ടത്. മിൻഹ ആൻഡ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ് ദിസ് ഗെയിം. മിൻഹയും മിൻഹയുടെ ഫ്രണ്ട്സും കൂടി ഗെയിം പ്ലേ ചെയ്യാണ്. യു ക്യാൻ ഓൾസോ പ്ലേ ഇറ്റ്. നിങ്ങൾക്കും ഇതെന്ത് ചെയ്യാം? പ്ലേ ചെയ്യാം. യുവർ ടീച്ചർ ഓൾസോ വിൽ ഹെൽപ്പ് യു. നിങ്ങളുടെ ടീച്ചർ നിങ്ങളെ സഹായിക്കും. അപ്പൊ ഇവിടെ 1 തൊട്ട് 100 വരെയാണ് ഫിൽ ചെയ്യേണ്ടത്. അവിടെ ചില നമ്പേഴ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ എഴുതാത്ത നമ്പേഴ്സ് നമ്മളോട് എന്ത് ചെയ്യണം? കറക്റ്റ് ഓർഡറിൽ എഴുതുക. അപ്പൊ എല്ലാ കൂട്ടർക്കും 1 തൊട്ട് 100 വരെയുള്ള നമ്പേഴ്സ് എഴുതാൻ അറിയുമെന്ന് കരുതുന്നു. അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പഠിച്ചതിന് ശേഷം 1 തൊട്ട് എന്ത് ചെയ്യുക? 100 വരെ ഇവിടെ ഫിൽ ചെയ്യുക, എഴുതി ചേർക്കുക. Where will you put token 65? How did you find it out? Put the tokens from 1 to 100 in the correct place. അപ്പോൾ കറക്റ്റ് പ്ലേസിൽ 1 തൊട്ട് 100 വരെ ടോക്കൺസ് എഴുതി ചേർക്കുക. ടോക്കൺസ് എന്ന് ഇവിടെ ഒരു ഗെയിം എന്ന രീതിയിലാണ് പറയുന്നത്. 1 തൊട്ട് 100 വരെയുള്ള നമ്പേഴ്സ് എഴുതുക. വാട്ട് ഈസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ദി നമ്പേഴ്സ് ഇൻ ദ യെല്ലോ സെൽസ്? യെല്ലോ സെൽസിലെ നമ്പർ കണ്ടില്ലേ? ഇതാണ് യെല്ലോ സെൽസ് കേട്ടോ. ഈ കളർ കൊടുത്തിരിക്കുന്ന ഈ സെല്ലാണ് പറയുന്നത്. ഈ നമ്പേഴ്സ് തമ്മിലുള്ള കണക്ഷൻ എന്താണ്? ഫൈൻഡ് അതർ പാറ്റേൺ ആൻഡ് കളർ ദം. ഇതൊരു പാറ്റേണിലാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? നോക്കിക്കേ, 1, 12, 23, 34, 45, 56, 67, 78, 89, 100. എന്താണ് ഈ നമ്പേഴ്സ് തമ്മിലുള്ള കണക്ഷൻ വെച്ചാൽ എങ്ങനെയാണ് എഴുതി പോകുന്നത്? 1ന്റെ കൂടെ 11 പ്ലസ് ചെയ്യുന്നു, 12, 12 പ്ലസ് 11 23, 23 പ്ലസ് 11 34, 34 പ്ലസ് 11 45. എല്ലാ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസം എന്ന് പറയുന്നത് 11 ആണ്. ഓക്കെ, അതായത് ഒരു നമ്പറിൽ നിന്നും അടുത്ത നമ്പറിലേക്കുള്ള ഗ്യാപ്പ്, ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 11. 1 12 എത്തണമെങ്കിൽ എന്ത് പ്ലസ് ചെയ്യണം? 11 പ്ലസ് ചെയ്യണം അല്ലേ? 1ന്റെ കൂടെ 11 പ്ലസ് ചെയ്യുക, 12ന്റെ കൂടെ വീണ്ടും 11 പ്ലസ് ചെയ്യുമ്പോൾ 23 കിട്ടുന്നു. അപ്പൊ ഈ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 11 ആണ്. ഓക്കെ, അപ്പൊ ഇതേപോലുള്ള വേറെ പാറ്റേൺസ് ആണ് എഴുതാൻ പറയുന്നത്. ഇത് എഴുതിയിട്ട് കളർ കൊടുക്കാനാണ് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, സ്കൂൾ സ്റ്റോർ. സ്കൂൾ സ്റ്റോർ. ഇത് സ്കൂൾ സ്റ്റോർ ആണ്. മിൻഹ എന്ത് ചെയ്തു? മിൻഹ ബോട്ട് തിങ്സ് വർത്ത് 100 rupees. അപ്പൊ മിൻഹ നിങ്ങളെപ്പോലെ ഒരു കുട്ടിയാണ്. അപ്പൊ നിങ്ങളെപ്പോലെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് മിൻഹ. മിൻഹ എന്ത് ചെയ്തിരിക്കുകയാണ്? സ്കൂളിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി സ്കൂൾ സ്റ്റോറിൽ എത്തിയിരിക്കുകയാണ്. കുറച്ച് ബുക്കും കാര്യങ്ങളും എന്തൊക്കെയോ വാങ്ങാൻ വേണ്ടി അവൾ എന്ത് ചെയ്തു? സ്കൂൾ സ്റ്റോറിൽ പോയി അങ്ങനെ 100 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി. 100 rupeesനാണ് അവൾ സാധനങ്ങൾ വാങ്ങുന്നത്. വാട്ട് കുഡ് ഷീ ഹാവ് ബോട്ട്? എന്തൊക്കെയായിരിക്കും അവൾ വാങ്ങിയിട്ടുണ്ടാവുക? അത് അറിയണമെങ്കിൽ നമുക്ക് ആദ്യം പ്രൈസ് ലിസ്റ്റ് അറിയണം, നമ്മുടെ ഐറ്റംസ് ഏതൊക്കെയാണെന്ന് അറിയണം അല്ലെ? സ്കൂൾ സ്റ്റോറിലുള്ള ഐറ്റംസ് ഏതൊക്കെയാണെന്ന് അറിയണം. ഏതൊക്കെ നോക്കിക്കേ? ക്രയോൺസ് 25 rupees, പെൻ 20 rupees, സ്കെച്ച് പെൻ 40 rupees, നോട്ട്ബുക്ക് 60 rupees, മാർക്കറും സ്കെച്ച് പെനൊക്കെ പാക്കറ്റ് ആയിട്ടാണ് 75 rupees, സ്കെയിൽ 25 rupees, ബ്രൗൺ പേപ്പർ 25 rupees. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയിട്ടുണ്ടാവുക? അവൾ വാങ്ങിയ സാധനങ്ങളെല്ലാം കൂടെ 100 രൂപ, 100 rupees ആവാൻ പാടുള്ളൂ, കൂടാൻ പാടില്ല. ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരിക്കും വാങ്ങുക? നമുക്ക് എന്തൊക്കെ എഴുതാം? ക്രയോൺസ് എഴുതാം അല്ലെ? ക്രയോൺസ് 25 rupees, മാർക്കേഴ്സ് 75 rupees. അപ്പൊ നോക്കിക്കോ, ഒന്ന് പ്ലസ് ചെയ്ത് നോക്കൂ. 25ഉം 75ഉം കൂടെ പ്ലസ് ചെയ്യൂ. 2 digit നമ്പർ ആണ് അല്ലെ? 25 75 2 digit നമ്പർ ആണ്. എല്ലാ കൂട്ടുകാർക്കും 2 digit നമ്പേഴ്സ് തമ്മിൽ പ്ലസ് ചെയ്യാൻ അറിയില്ലേ? അറിയാത്ത കൂട്ടുകാർക്കാണ് നമ്മളിവിടെ എഴുതി കാണിക്കുന്നത്. നോക്കൂ, 25 പ്ലസ് 75. നോക്ക് എങ്ങനെ പ്ലസ് ചെയ്യാ? 5 plus 5, 5 plus 5. ആൻസർ പറയൂ, എത്രയാണ് 5 plus 5? 10. 10 എന്ന് പറയുന്നത് എന്താ? ഒരു 1 digit നമ്പർ ആണ്. നമുക്ക് 5 plus 5 ഒരു 9ഓ അങ്ങനെ 10ന് താഴെയുള്ള 1 digit നമ്പർ ആണെങ്കിൽ നേരെ ഇവിടെ എടുത്ത് എഴുതിയാൽ മതി അല്ലേ? പക്ഷെ ഇവിടെ 5 plus 5 എന്ന് പറയുന്നത് എന്താ? 10 ആണ്. അപ്പൊ 10 എന്ന് പറയുന്നത് എന്താണ്? ഒരു 2 digit നമ്പർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 10ന്റെ ആദ്യത്തെ ഈ 1 എന്ന് പറയുന്ന സംഖ്യ ഇവിടെ എഴുതണം. അടുത്ത ഈ 5ന്റെ തൊട്ട് മേലെ, അതായത് ഈ 2ന്റെ തൊട്ട് മേലെയായിട്ട് എഴുതുക. 5ന് തൊട്ടടുത്തുള്ള സംഖ്യ നമ്പർ 2ന്റെ മേലെയായിട്ട് ഈ 1 എഴുതുക. ഈ 0, അതായത് വൺസിന്റെ പ്ലേസിൽ കിടക്കുന്ന ഈ 0 എന്ന നമ്പർ ആണ് എന്ത് ചെയ്യേണ്ടത്? ഇതിന്റെ ഇവിടെ താഴെയായിട്ട് ഇങ്ങനെ എഴുതേണ്ടത്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഈ 1നെ 2ന്റെ മേലെ എഴുതുക. എന്നിട്ട് 1ഉം 2ഉം 7ഉം കൂടെ പ്ലസ് ചെയ്യുക. ആൻസർ എന്താ? 10. അപ്പൊ മൊത്തം എന്ത് കിട്ടി? 100. 25 plus 75 100 എന്ന് കിട്ടിയില്ലേ ആൻസർ? അപ്പൊ അവളുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടായിരുന്നു? മിൻഹയുടെ കയ്യിൽ 100 rupees ആണല്ലേ? അപ്പൊ 100 രൂപയ്ക്ക് അവൾക്ക് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങാൻ പറ്റും? ക്രയോൺസും മാർക്കേഴ്സും വാങ്ങാം.
ഇനി അതർ വേ വേറെ എന്തെങ്കിലും വാങ്ങാൻ സാധിക്കുമോ? അതായത് ക്രയോൺസും മാർക്കേഴ്സും അല്ലാതെ വേറെ എന്തെങ്കിലും 100 റുപ്പീസിന് വാങ്ങാൻ സാധിക്കും. അപ്പം വേറെ നമുക്ക് ഏതൊക്കെ നമ്പേഴ്സ് പ്ലസ് ചെയ്യുമ്പോഴാണ് 100 കിട്ടുക? സ്കെച്ച് പെൻസ് 40 റുപ്പീസ്, നോട്ട്ബുക്ക് 60 റുപ്പീസ്. 14 16 പ്ലസ് ചെയ്താലും 100 അല്ലേ ആൻസർ കിട്ടുന്നത്. അപ്പൊ ഇതുപോലെ നമുക്ക് ഇവിടെ ക്രയോണും മാർക്കറും അല്ലെങ്കിൽ സ്കെച്ച് പെന്നും നോട്ട്ബുക്കും തന്നെ എഴുതാന്നില്ല, വേറെ ഏതെങ്കിലും 2 ഐറ്റംസ് അല്ലെങ്കിൽ 3 ഐറ്റംസോ ഒക്കെ പ്ലസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 100 കിട്ടുമെങ്കിൽ അത് എഴുതിയാലും മതി. ഓക്കെ, വാട്ട് മൈ ഫ്രണ്ട് കാൽക്കുലേറ്റഡ്, നിങ്ങളുടെ ഫ്രണ്ട് ഏത് ഐറ്റംസ് ആണ് എഴുതിയിരിക്കുന്നത്, ഏതൊക്കെ ഐറ്റംസ് ആണ് എഴുതിയിരിക്കുന്നത് അതാണ് ഇവിടെ എഴുതാൻ പറയുന്നത്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട് എന്തൊക്കെ എഴുതിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എഴുതുക. നെക്സ്റ്റ് അടുത്ത ടോപ്പിക് നോക്കിക്കുക. എന്താണ് നെക്സ്റ്റ് ടോപ്പിക്? പെൻസിൽ കമ്പനി. മിൻഹാസ് ഫാദർ ഹാസ് എ പെൻസിൽ കമ്പനി. മിൻഹയുടെ അച്ഛന് ഒരു പെൻസിൽ കമ്പനി ഉണ്ട്. 10 പെൻസിൽസ് ആർ ബി പുട്ട് ഇൻ ഈച്ച് പാക്കറ്റ്. ഓരോ പാക്കറ്റിലും എത്ര പെൻസിലാ? 10 പെൻസിൽസ് ആണ് ഉള്ളത്. ആൻഡ് 10 പാക്കറ്റ്സ് ഇൻ ഈച്ച് ബോക്സ്. എന്നിട്ട് അത് എന്ത് ചെയ്യണു? ആ പാക്കറ്റുകൾ 10 പാക്കറ്റ് വെച്ചിട്ട് ഓരോ ബോക്സിലും നിറയ്ക്കുന്നു. കണ്ടോ, ഇവിടെ ബോക്സ് നിറച്ച് വെച്ചിട്ടുണ്ട്. ഓരോ ബോക്സിലും 10 പാക്കറ്റ് വെച്ചിട്ടാണ് നിറയ്ക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, ഇനി എന്താ ചോദ്യം നോക്കൂ. നമ്പർ ഓഫ് പെൻസിൽസ് ഇൻ എ പാക്കറ്റ്. ഒരു പാക്കറ്റിൽ എത്ര പെൻസിൽ ഉണ്ട്? ഒരു പാക്കറ്റിൽ 10 പെൻസിൽ ഉണ്ട് അല്ലെ, 10. നമ്പർ ഓഫ് പാക്കറ്റ്സ് ഇൻ എ ബോക്സ്. ഒരു ബോക്സിൽ എത്ര പാക്കറ്റ് ഉള്ളത്? 10. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് 10 പാക്കറ്റ് എന്ന് പറയുന്നത്. ഇൻ ഈച്ച് ബോക്സ്, ഒരു ബോക്സിൽ 10 പാക്കറ്റ്. ടോട്ടൽ നമ്പർ ഓഫ് പെൻസിൽസ് ഇൻ എ ബോക്സ്. അങ്ങനെയാണെങ്കിൽ ഒരു ബോക്സിനകത്ത് എത്ര പെൻസിൽ ഉണ്ടാവും? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ബോക്സിനകത്ത് എത്ര പെൻസിൽ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് 10ഉം ഈ 10ഉം കൂടി ഇൻഡ്യൂ ചെയ്താൽ മതി. അത് എന്തറിയണം നിങ്ങൾക്ക്? ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയണം. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയില്ലേ? അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം എന്ത് ചെയ്യുക? ടേബിൾ പഠിക്കുക. 1 തൊട്ട് 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കുക. നമുക്കത് ആവശ്യമുണ്ട്. എന്നിട്ട് 10ന്റെ ടേബിൾ നോക്കൂ. 10 × 10 എത്ര ആൻസർ കിട്ടുന്നത്? 10 × 10 ചെയ്യുന്ന സമയത്ത് ആൻസർ എന്ത് കിട്ടും? 100 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഒരു ബോക്സിനകത്ത് എത്ര പെൻസിൽ ഉണ്ടെന്ന് കിട്ടി? 100 പെൻസിൽസ് ആണ് എന്തുള്ളത്? ഒരു ബോക്സ്, ഇതുപോലുള്ള ഒരു ബോക്സിനകത്ത് 100 പെൻസിൽ ആണ് ഉള്ളത്. See how the pencils are boxed. Write the number of pencils in the empty cells of the table below. നമുക്ക് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ പറഞ്ഞിരുന്നു ഓരോ ബോക്സ് ആണ് കേട്ടോ. ഒരു ബോക്സിനകത്ത് എത്ര പെൻസിൽ ഉണ്ടെന്നാ പറഞ്ഞത്? 100. അങ്ങനെയാണെങ്കിൽ 2 ബോക്സിനകത്ത് ഇവിടെ എത്ര ബോക്സ് ഉണ്ട്? 1 2 2 ബോക്സ് ഉണ്ട് അല്ലേ. അപ്പൊ 2 ബോക്സിനകത്ത് എത്ര പെൻസിൽ ഉണ്ടാവും? 200. 200 അല്ലേ? 1 ബോക്സിനകത്ത് 100, 2 ബോക്സിനകത്ത് 200. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ബോക്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. 1 2 3 4 5. അപ്പൊ 500. അടുത്ത നെക്സ്റ്റ് 1 2 3 4. അപ്പൊ എത്ര പെൻസിലാണ്? 400. നെക്സ്റ്റ് ഇതുപോലെ നമ്മൾ ബോക്സിന്റെ നമ്പർ എണ്ണി നോക്കുക. ഇവിടെ 6 ബോക്സ് ഉണ്ട്. അപ്പൊ 600. അടുത്ത 3 ബോക്സ് 300. നെക്സ്റ്റ് എത്ര ബോക്സ് ആണ്? 8 ബോക്സ്. അപ്പൊ 800. അടുത്തത് എത്രയാ? 7 ബോക്സ് 700. ലാസ്റ്റ് 9 ബോക്സ് 900. ഓക്കെ, ഹൗ മെനി പെൻസിൽസ് വുഡ് ബി there in 10 ബോക്സ്? അങ്ങനെയാണെങ്കിൽ 10 ബോക്സ് ഉണ്ടെങ്കിൽ എത്ര പെൻസിൽ ഉണ്ടാവും? 1000. എങ്ങനെയാണ് ഈ നമ്പർ വായിക്കുന്നത്? എങ്ങനെയാ? 1000. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് മെൻമ സ്റ്റോർ. മെൻമ സ്റ്റോർ wants a 1000 പെൻസിൽസ്. മെൻമ സ്റ്റോർ, അപ്പൊ 1000 നമ്മൾ നമ്പർ പഠിച്ചു 1000. ഈ 1 ഇട്ട് 3 0 എഴുതിയാൽ 3 zeros എഴുതുന്നത് 1000. എങ്ങനെയാണ് എന്താ 1000ന്റെ സ്പെല്ലിംഗ് അറിയാത്ത കൂട്ടുകാർക്കാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. നോക്കൂ, ഇതാണ് 1000ന്റെ സ്പെല്ലിംഗ്. അപ്പൊ മെൻമ സ്റ്റോർ wants a 1000 പെൻസിൽസ്. മെൻമ സ്റ്റോറിന് 1000 പെൻസിൽസ് വേണം. Okay, Minha and her father packed 2 bags with the same number of pencils in each. അപ്പൊ മിൻഹയും ഫാദറും കൂടെ 1000 പെൻസിൽസിന് ഈക്വൽ ആയിട്ട് 2 ബാഗിലേക്ക് ആക്കി. ഓക്കെ, 2 ബാഗിലും ഒരേ നമ്പർ, സെയിം നമ്പർ ഓഫ് ബോക്സസ് ആണ് ഉള്ളത്. ആണുള്ളത്. ഹൗ മെനി പെൻസിൽസ് were there in each bag? അങ്ങനെയാണെങ്കിൽ ഓരോ ബാഗിലും എത്ര പെൻസിൽ വെച്ചിട്ടുണ്ടാവും എന്ന് വെച്ചാൽ 1000നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈക്വൽ ആയിട്ട് 2 ബാഗിലും 1000നെ ഈക്വൽ ആയി 2 ബാഗിൽ നിറച്ചു. അങ്ങനെയാണെങ്കിൽ ഓരോ ബാഗിലും എത്ര പെൻസിൽ ഉണ്ടാവും? 100 നമ്മൾ ഈക്വൽ ആയിട്ട് 2 ഡിവൈഡ് ചെയ്യുന്ന സമയത്ത്, രണ്ടായി നിറയ്ക്കുന്ന സമയത്ത് ഓരോ ബാഗിലും എത്ര പെൻസിൽ ഉണ്ടാവുക? 500. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ 2 സംഖ്യകൾ തമ്മിൽ, 2 നമ്പേഴ്സ് തമ്മിൽ പ്ലസ് ചെയ്ത് നോക്കുക. 500 + 500 ചെയ്ത് നോക്കുമ്പോൾ 1000 കിട്ടുന്നുണ്ടാവും. അപ്പൊ ഇവിടെ എന്താണ് നമ്മുടെ മിൻഹ എന്താ പറയുന്നത്? സോ ഹെവി, നല്ല വെയിറ്റ് പറയണേ അല്ലേ. അപ്പോഴാണ് അച്ഛൻ എന്ത് പറയുന്നത്? ഹിയർ ലെറ്റ് മി ഷിഫ്റ്റ് സം ഓഫ് ദ ബോക്സസ് ടു ദിസ്. അങ്ങനെ അച്ഛൻ എന്ത് പറയുന്നത്? ഇതിലേക്ക് കുറച്ച് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടിലെയും ഈക്വൽ നമ്പർ പെൻസിൽ ആക്കിയതാണ്. നോക്കൂ, ഹൗ മെനി പെൻസിൽസ് ഇൻ ഈച്ച് ബാഗ്? ഓരോ ബാഗിലും എത്ര പെൻസിലാണ് ഉള്ളത്? അപ്പൊ ടോട്ടൽ എത്ര പെൻസിൽ ഉണ്ട്? 1000 പെൻസിലാണ് ഉള്ളത്. ഇവിടെ 300 ഉണ്ട്, ഇവിടെ 700 ഉണ്ട്. അപ്പൊ 300 + 700 1000. അടുത്തത്
ഇനി ഇവിടെ 100 ഉണ്ട്, ഇവിടെ എത്രയെന്ന് എഴുതിയിട്ടില്ല. 100ന്റെ കൂടെ എത്ര പ്ലസ് സിമ്പിൾ ആണ് 1000 കിട്ടുക? 900. ഓക്കെ, അപ്പൊ എത്ര പ്ലസ് സിമ്പിൾ ആണ്? 900. അടുത്തത് വേറെ ഏതൊക്കെ സംഖ്യകൾ, വേറെ ഏതൊക്കെ ഹൺഡ്രഡ്സ് തമ്മിൽ പ്ലസ് സിമ്പിൾ ആണ് 1000 കിട്ടുക? അതാണ് എഴുതേണ്ടത്. 200 പ്ലസ് 800 1000. 400 പ്ലസ് 600 1000. കണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യുക? മേലത്തെ ബാഗിലും കൂടെ നമ്പേഴ്സ് എഴുതി ചേർക്കുക. നെക്സ്റ്റ്, Nanma store. They gave 800 pencils to Nanma store in 2 bags. How many pencils in each bag? അപ്പോൾ അവർ എന്ത് ചെയ്തു? എന്താണ് 800 പെൻസിൽസ് നന്മ സ്റ്റോറിന് കൊടുക്കുകയാണ്. 2 ബാഗിലായിട്ടാണ് 800 പെൻസിൽസ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ ബാഗിലും എത്ര പെൻസിൽ ഉണ്ടാവും? അപ്പോൾ ടോട്ടൽ ഇവിടെ എത്ര പെൻസിലാ? 800 പെൻസിൽസ് ആണ് ഇവിടെ ഉള്ളത്. 2 ബാഗിലായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ 400 400 800. ഇനി ഇവിടെ 100 എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്ര എഴുതി നമ്പർ? കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? 700 ആണ്. കണ്ടുപിടിക്കാൻ 800 നിന്നും 100 മൈനസ് ചെയ്ത് നോക്കുക. അപ്പോൾ 700 കിട്ടും. അടുത്ത് വേറെ ഏതൊക്കെ ഹൺഡ്രഡ്സ് തമ്മിൽ പ്ലസ് സിമ്പിൾ ആണ് 800 കിട്ടുന്നത് എഴുതുക. 200 പ്ലസ് 600, 300 പ്ലസ് 500, 800 ആണ്. നെക്സ്റ്റ്, സ്പ്ലിറ്റ് ഇൻറ്റു 100. അപ്പൊ നമ്മൾ ഇത്ര നേരം ചെയ്തപ്പോൾ 1000നെ നമ്മൾ ഹൺഡ്രഡ്സ് ആക്കി സ്പ്ലിറ്റ് ചെയ്തു അല്ലേ? ഏതൊക്കെ ഹൺഡ്രഡ്സ് തമ്മിൽ പ്ലസ് സിമ്പിൾ ആണ് 1000 കിട്ടുക നമ്മൾ പഠിച്ചു. അതുപോലെ ഏതൊക്കെ ഹൺഡ്രഡ് തമ്മിൽ പ്ലസ് സിമ്പിൾ ആണ് 800 കിട്ടുക എന്ന് പഠിച്ചില്ലേ? അതേപോലെ ഇവിടെ 700ഉം 900ഉം 600നെയാണ് ചെയ്യേണ്ടത്. 700 കിട്ടണം ആൻസർ. ഏതൊക്കെ ഹൺഡ്രഡ്സ് തമ്മിൽ പ്ലസ് സിമ്പിൾ ആണ്? 300 പ്ലസ് 400 700. അടുത്തത് 500 പ്ലസ് 200 700, 100 പ്ലസ് 600 700. കണ്ടില്ലേ? അടുത്തത് എന്താ? 900 ആണ്. 900 കിട്ടണമെങ്കിൽ ഏതൊക്കെ ഹൺഡ്രഡ് തമ്മിൽ പ്ലസ് ചെയ്യണം? 500 പ്ലസ് 400, 600 പ്ലസ് 300, 700 പ്ലസ് 200, 800 പ്ലസ് 100. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലസ് ചെയ്ത് നോക്കുക. ഓക്കെ, പ്ലസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേ ആൻസർ തന്നെ കിട്ടും. അടുത്ത 600 കിട്ടാൻ ഏതൊക്കെ ഹൺഡ്രഡ് തമ്മിൽ പ്ലസ് ചെയ്യണം? 500 പ്ലസ് 100, 400 പ്ലസ് 200, 300 പ്ലസ് 300. ആൻസർ എന്താ? 600. ഇനി അടുത്തത് ഈക്വൽ സ്പ്ലിറ്റ്. ഈക്വൽ സ്പ്ലിറ്റ് ആണ്. ഇവിടെ നോക്കിക്കേ, എങ്ങനെ നമുക്ക് ഈക്വൽ ആയിട്ട്, ഈക്വൽ സ്പ്ലിറ്റ് എന്ന് വെച്ചാൽ ഇവിടെയുള്ള ആൻസർ എത്രയാണോ അതിന് ഈക്വൽ രണ്ട് നമ്പർ ഇവിടെ നമുക്ക് കണ്ടു. 2 നമ്പർ 100 പ്ലസ് 100 രണ്ടും ഒരേ നമ്പർ ആയിരിക്കണം. അതാണ് ഈക്വൽ എന്ന് പറയുന്നത്. 100 പ്ലസ് 100 ആൻസർ എന്താ? 200 അല്ലേ? അടുത്തത് ഇവിടെ 500 നമ്മൾ ഈക്വൽ 2 ആക്കുകയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു രണ്ട് നമ്പറും ഒരേ നമ്പർ ആയിരിക്കണം അല്ലെ? ഇവിടെ 250 ആണെങ്കിൽ ഇവിടെയും എന്തായിരിക്കും? 250. അടുത്തത് 300 പ്ലസ് 300, 300 പ്ലസ് 300 600. അടുത്തത് 700 നമുക്ക് എങ്ങനെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും? 350, 350 പ്ലസ് 350. അടുത്ത 900, 450 പ്ലസ് 450. നെക്സ്റ്റ്, a mistake. Minha was asked to pack 870 pencils for the school in packets of 100 and 10. അപ്പൊ മിൻഹയോട് എന്ത് ചെയ്യാൻ പറഞ്ഞു? 870. എത്ര പെൻസിലാ? 870 പെൻസിൽസ്. ശ്രദ്ധിക്കുക, ഈ നമ്പർ ശ്രദ്ധിക്കൂ. 870 പെൻസിൽസ് സ്കൂളിലേക്ക് വേണ്ടി പാക്ക് ചെയ്തിട്ട് പോകാൻ പറഞ്ഞു. സ്കൂളത്തെ സ്റ്റോറിലേക്ക് ആയിരിക്കാം. 870 പെൻസിൽസ് ആണ് അവരുടെ കമ്പനി, മിൻഹയുടെ കമ്പനി കൊടുക്കാൻ പോകുന്നത്. 870 പെൻസിൽസ് ആണ് പാക്ക് ചെയ്യാൻ പറഞ്ഞത്. എങ്ങനെയാ പാക്ക് ചെയ്യുന്നത്? 100ന്റെ പാക്കറ്റും ഉണ്ട്, 10ന്റെ പാക്കറ്റും ഉണ്ട്. 100ന്റെ പാക്കറ്റും ഉണ്ട്, 10ന്റെ പാക്കറ്റും ഉണ്ട്. ഷീ ഫില്ലഡ് 7 പാക്കറ്റ്സ് ഓഫ് 100. അപ്പോൾ എങ്ങനെയാ പാക്ക് ചെയ്തത്? 7 പാക്കറ്റ്സ് 100 പെൻസിൽസ് വരുന്ന 7 പാക്കറ്റ് ചെയ്തു. അതുപോലെ 8 പാക്കറ്റ് 10 പെൻസിൽ നിറക്കുന്ന 8 പാക്കറ്റും ചെയ്തു. ഹൗ മെനി ഡിഡ് ഷീ പാക്ക് ഇൻ ഓൾ? അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര പെൻസിൽസ് ആണ് പാക്ക് ചെയ്തിട്ടുണ്ടാവുക? ഹൗ മെനി മോർ ആർ ദേർ ടു ബി പാക്ക്ഡ്? ഇനി എത്ര പെൻസിൽസ് കൂടെ പാക്ക് ചെയ്യണം? അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഓൺ റീഡിംഗ് ദ പ്രോബ്ലം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം എന്താണ് എന്നാണ് നമ്മൾ ഈ ഫസ്റ്റ് കോളത്തിൽ എഴുതുന്നത്. നമുക്ക് എന്ത് മനസ്സിലായി? മിൻഹ want to pack 870 pencils. She packed 7 packets of 100 and 8 packets of 10. നമുക്ക് മനസ്സിലായ കാര്യം അല്ലേ? അതായത് മിനിഹയ്ക്ക് എത്ര പെൻസിൽ പാക്ക് ചെയ്യണം? 870 പെൻസിൽ പാക്ക് ചെയ്യണം. അവൾ എത്ര ചെയ്തു? 7 പാക്കറ്റ് 100 പെൻസിൽ വരുന്ന 100 പെൻസിൽ നിറയ്ക്കുന്ന 7 പാക്കറ്റും അതുപോലെ 10 പെൻസിൽ വരുന്ന 8 പാക്കറ്റുമാണ് അവൾ പാക്ക് ചെയ്തത്. ഇൻഫോർമേഷൻ നീഡഡ് ടു കാൽക്കുലേറ്റ് ദി ആൻസർ കിട്ടണമെങ്കിൽ, അതായത് എത്ര അവൾ ടോട്ടൽ പാക്ക് ചെയ്തു, എത്ര ഇനി അവൾ പാക്ക് ചെയ്യണം എന്നുള്ള ആൻസർ കിട്ടാൻ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം? നമുക്ക് എന്തൊക്കെ വേണം? ടോട്ടൽ പെൻസിൽസ് വേണം അല്ലെ? ടോട്ടൽ എത്ര പെൻസിൽ വേണം? നമ്പർ ഓഫ് പാക്കറ്റ്സ് ഓഫ് 100 and 10. 100ന്റെയും 10ന്റെയും എത്ര പാക്കറ്റ് ആണ്? നമ്പർ ഓഫ് പെൻസിൽസ് ഷീ ഫില്ലഡ്, അവൾ എത്ര പെൻസിൽസ് ഫില്ല് ചെയ്തു. ഇത്രയും ഇൻഫോർമേഷൻ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയണം. ഇനി നമുക്ക് എങ്ങനെ ആൻസർ കണ്ടുപിടിക്കാം എന്നാണ് വാട്ട് ഐ ഡിഡ് ഇവിടെ ചെയ്യേണ്ടത്. എന്ത് ചെയ്യാം? ടോട്ടൽ പെൻസിൽസ് ഫോർ ദ സ്കൂളിലേക്ക് എത്ര പെൻസിൽ വേണം? 870. 7 പാക്കറ്റ്സ് ഓഫ് 100. അപ്പൊ നമ്മൾ പഠിച്ചിരുന്നു 100 2 ഹൺഡ്രഡുകൾ ചേരുമ്പോൾ 200.
അതുപോലെ 300 ചേരുമ്പോൾ 300. അതുപോലെ നമ്മൾ 400 ചേരുമ്പോഴാണ് എന്താവുന്നത് 400 ആവുന്നത് അല്ലേ? അതായത് 100 + 100 + 100 + 100 അങ്ങനെ 400 ചേരുമ്പോൾ 400. അങ്ങനെയാണെങ്കിൽ ഇവിടെ 700 ഉള്ളത് അല്ലേ? 700 ചേരുമ്പോൾ എന്ത് ഉത്തരം 700. അത് നമുക്ക് ഇരുന്ന് ഇൻറ്റു ചെയ്ത് നോക്കുകയൊന്നും വേണ്ട. ചിലർ ഇരുന്നിട്ട് ഇങ്ങനെ 100 എന്ന് എഴുതി 100 എന്ന് എഴുതും ഇൻറ്റു 7 ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല അല്ലെ? നമുക്കറിയാം 700 ചേരുമ്പോൾ എന്താ കിട്ടുക 700. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇവിടെ 10ന്റെ വരുന്നതും 8 പാക്കറ്റുകളാണ്. 10ന്റെ 8 പാക്കറ്റുകൾ പറയുമ്പോൾ എന്താ വരിക 80. ഓക്കെ 80. അപ്പൊ ഇത്രയും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ആൻസറിലേക്ക് പോകാം. ടോട്ടൽ പെൻസിൽസ് ഷീ പാക്ക് ഇൻ ഓൾ. ഇവിടെ എന്താ ചോദ്യം എന്താ അവൾ എത്ര പെൻസിൽസ് പാക്ക് ചെയ്തു അതല്ലേ ക്വസ്റ്റ്യൻ. ആൻസർ കിട്ടി ടോട്ടൽ പെൻസിൽസ് ഷീ പാക്ക് ഇൻ ഓൾ. ഈ 700ഉം ഈ 80യും കൂടെ പ്ലസ് ചെയ്യുക. 700 plus 80 780. നമ്പർ ഓഫ് പെൻസിൽസ് മോർ ടു ബി പാക്ഡ്. അപ്പൊ ഇനി എത്ര പെൻസിൽ കൂടെ പാക്ക് ചെയ്യണം? എത്രയാണ് സ്കൂളിലേക്ക് ആവശ്യം? എത്ര പെൻസിലാ 870. അപ്പൊ 870 നിന്നും ഇപ്പൊ നമുക്ക് കിട്ടിയ 780 മൈനസ് ചെയ്യുന്നു. എങ്ങനെ മൈനസ് ചെയ്യാന്ന് അറിയില്ലേ? അറിയാത്ത കൂട്ടുകാരെങ്കിൽ ഇവിടെ നോക്കുക. നമ്മൾ എങ്ങനെ 700 + 80 പ്ലസ് ചെയ്ത് നോക്കൂ. 0 + 0 0 0 + 8 8 ആൻഡ് 7 താഴേക്ക് ഇറക്കിയിട്ടു. അപ്പൊ 780 കിട്ടി. ഇനി എങ്ങനെയാണ് മൈനസ് ചെയ്യാൻ നോക്കൂ. 870 minus 780. 0 minus 0. ആൻസർ എന്താണ് 0. 7 minus 8. 7 minus 8 ചെയ്യാൻ പറ്റുമോ? 7 എന്ന് പറയുന്നത് 8നെക്കാട്ടിലും ചെറിയ നമ്പർ ആണ്. 7നെ 8 മൈനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ക്യാരി ചെയ്യണം അല്ലെ? ക്യാരി ബോട്ട് ചെയ്യണം. അപ്പൊ എന്താ കിട്ടുക? 8ൽ നിന്നും 1 വാങ്ങുന്നു. അപ്പൊ ഇവിടെ 17 ആവുന്നു. 17 ആൻഡ് 8ൽ നിന്നും 1 പോയാൽ ഇവിടെ എന്താവും? ഇനി ഇവിടെ 8 ഇല്ല 7 ആവുന്നു അല്ലെ? 8ന്ന് 1 ഇങ്ങോട്ട് കൊടുത്തു. അപ്പൊ ഇവിടെ 8 ഇല്ല. 8ന്ന് 1 മൈനസ് ചെയ്താൽ എന്താ 7. ആൻഡ് 17ന്ന് 8 മൈനസ് ചെയ്യുന്നു. 17ന്ന് 8 മൈനസ് ചെയ്താൽ എന്താ ആൻസർ 9. ആൻഡ് അഗൈൻ ഇവിടെ 7ന്ന് 7 മൈനസ് ചെയ്താൽ ആൻസർ എന്താണ് 0 അല്ലെ? അപ്പൊ ആൻസർ എന്താ കിട്ടുക 90. അപ്പൊ എത്ര പെൻസിൽ കൂടെ അവൾ ഇനി പാക്ക് ചെയ്യണം? 90 പെൻസിൽസ് കൂടിയാണ് അവൾ പാക്ക് ചെയ്യേണ്ടത്. അപ്പോഴാണ് എന്താവുള്ളൂ 870 പെൻസിൽ ആവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. നെക്സ്റ്റ് ചോദ്യം പെൻഷൻ. ഇവിടെ നോക്കൂ, ഒരു അമ്മൂമ്മ പറയാണ് കേട്ടോ. മിൻഹയുടെ അമ്മൂമ്മ പറയാണ് 200 rupees to the milkman, 500 rupees to the grocery, 100 rupees to Minha to be given. അപ്പം നമ്മുടെ മിൻഹയുടെ മുത്തശ്ശിക്ക് എന്ത് കിട്ടി? പെൻഷൻ കിട്ടി അല്ലെ? പെൻഷൻ കിട്ടിയവ മുത്തശ്ശി ആർക്കൊക്കെയാണ് കാശ് കൊടുക്കേണ്ടത്, എന്തിനൊക്കെ കൊടുക്കണം എന്നിങ്ങനെ പറയുകയാണ്. 200 rupees കൊടുക്കണം. മിൽക്ക്മാൻ പാൽക്കാരന് 200 രൂപ കൊടുക്കണം. 200 കൊടുക്കണം. അതുപോലെ പലചരക്ക് കടയിലെ ഗ്രോസറി പലചരക്ക് കടയിൽ എന്ത് കൊടുക്കണം? 500 rupees കൊടുക്കണം. പിന്നെ മിൻഹയ്ക്ക് ഒരു 100 rupees കൂടെ കൊടുക്കണം എന്നാണ് എന്ത് പറയുന്നത്? മുത്തശ്ശി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര? ഹൗ മച്ച് ഇൻ ഓൾ എന്ന് വെച്ചാൽ ടോട്ടൽ ഈ 200ഉം 500ഉം 100ഉം കൂടെ പ്ലസ് ചെയ്യൂ. ആൻസർ എന്ത് കിട്ടും? 200 + 500 + 100. ആൻസർ ഇങ്ങനെ 3 നമ്പേഴ്സ് വരുന്ന സമയത്ത് ഇങ്ങനെയാണ് പ്ലസ് ചെയ്യുക. നോക്കൂ 0 + 0 + 0 ആൻസർ 0. നെക്സ്റ്റ് 0 + 0 + 0 ആൻസർ 0. അടുത്തത് 2 + 5 2 + 5 7 7 + 1 എത്രയാണ് 8. അപ്പം അമ്മൂമ്മയ്ക്ക് എത്രയാണ് പെൻഷൻ കിട്ടിയത്? 800. എത്ര കിട്ടി? 800 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് മിൻഹ എന്താ പറയുന്നത്? I will deposit the 100 rupees to grandma gave me in my piggy bank. അപ്പൊ മിൻഹ പറയാണ് എനിക്ക് ഗ്രാൻഡ്മ തന്ന 100 രൂപ ഞാൻ എന്റെ പിഗ്ഗി ബാങ്കിൽ ഇടും എന്ന് പറയാണ്. പിഗ്ഗി ബാങ്കിൽ ഇടും. അപ്പൊ അച്ഛൻ എന്താ പറയുന്നത്? I will give you 1 rupee each day. ഞാൻ നിനക്ക് എല്ലാ ദിവസവും ഓരോ രൂപ തരാം. എല്ലാ ദിവസവും 1 rupee തരാം എന്ന് അച്ഛൻ പറയാണ്. മിൻഹ wrote in a card. അപ്പൊ മിൻഹ ഇതെല്ലാം ഒരു കാർഡിൽ എഴുതി വെക്കുകയാണ്. How much she had in her money box each day. അപ്പൊ അവൾക്ക് ഓരോ ദിവസവും അവളുടെ മണി ബോക്സിൽ എത്ര രൂപ ഉണ്ടെന്നാണ് അവൾ എഴുതി വെക്കുന്നത്. Can you complete it? അപ്പൊ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യൂ. ഈ കാർഡ് കംപ്ലീറ്റ് ചെയ്യാം. What I got each day. ഓരോ ദിവസവും കിട്ടുന്നതാണ് അവൾ ഇവിടെ എഴുതുന്നത്. ഓക്കെ, ആൻഡ് യൂസിങ് പ്ലേസ് വാല്യൂ കാർഡ്. അപ്പൊ പ്ലേസ് വാല്യൂ കാർഡ് ഉപയോഗിച്ചിട്ടാണ് അവൾ ചെയ്യുന്നത്. ആൻഡ് എമൗണ്ട്. ഓക്കെ, ഫസ്റ്റിലെ മുത്തശ്ശി കൊടുത്ത 100 rupees. സെക്കൻഡ് ഡേയോ 100 കൂടെ അച്ഛൻ കൊടുത്ത 1. അപ്പൊ 100 + 1 എത്രയാണ് ആൻസർ? 101. അടുത്തത് 5th ഡേ. ഇപ്പൊ നേരെ 3rd ഡേയിലേക്കല്ല പോകുന്നത്. 3rd ഡേ ഉണ്ട്, അതുപോലെ 4th ഡേ ഉണ്ട്. എല്ലാ ദിവസവും അച്ഛൻ ഇങ്ങനെ ഓരോ രൂപ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എല്ലാ ഡേയ്സും ഇങ്ങനെ വാരി എഴുതിയിട്ടില്ല. പകരം അടുത്ത നേരെ പോകുന്നത് 5th ഡേയിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ 1 സെക്കൻഡ് ഡേയിൽ എത്രയാണ്? 2 rupees ഉണ്ടോ? ഇവിടെ ഇല്ല. 1 rupee ഉള്ളത് അല്ലേ? അപ്പൊ 100ന്റെ കൂടെ അടുത്തത് 5th ഡേ ആവുന്ന സമയത്ത് 4 ആണ്. അല്ലാതെ 5 പ്ലസ് ചെയ്യരുത്, 4. ഓക്കെ, 100ഉം 4ഉം
ചേരുമ്പോൾ എത്ര കിട്ടുക 100 + 4 104. അപ്പൊ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ നമ്മൾ 1 1 1 4 1 എഴുതിയാലും മതി. അപ്പൊ നമ്മൾ 4 1 എന്നതിന് പകരം 4 എന്ന് എഴുതിയത് മാത്രം. അപ്പൊ 100 + 4 100 + 4 104. 6th day 5th കഴിഞ്ഞ് 6th ആയി. അപ്പോൾ 6ാമത്തെ ദിവസം പറയുമ്പോൾ 6 രൂപയല്ല കിട്ടുന്നത്, 6 rupees അല്ല 5 ആണ് കിട്ടുന്നത് അല്ലേ. അപ്പൊ 100ഉം 6 നമ്മുടെ 5ഉം കൂടെ പ്ലസ് ചെയ്യുമ്പോൾ 100 + 5 105. അടുത്ത 6th കഴിഞ്ഞ് 7th അല്ല, നേരെ 8ലേക്കാണ് പോകുന്നത്. അപ്പോൾ 100 + 7 107. 9th 100 + 8 108. 10th 100 + 9 109. 11th 100 + 10 110. How much on the 21st day? അങ്ങനെയാണെങ്കിൽ 21st day എത്ര കിട്ടും? 100 + 21st എന്ന് വെച്ചാൽ 21st വെച്ച് എത്രയാ 21 21. അപ്പൊ 21 എന്ന് പറയുമ്പോൾ 21നെക്കാൾ ഒന്ന് കുറച്ചെടുത്താൽ മതി. അപ്പൊ 20 100 + 20 121. How much on the 54th day? 54th എന്ന് പറഞ്ഞാൽ എത്ര എങ്ങനെ എഴുതുക അല്ലെ 54. 54നെക്കാൾ ഒന്ന് കുറച്ചെടുക്കുക 53 ആണ്. അപ്പൊ 153. Next, health survey. A health survey is being conducted. They visit houses in order of their number. They reach Minha's home and the house number is 296. Write the numbers of the house they are going to visit next in the correct order. You can also color the house. ഇവിടെ നോക്കൂ, ഇവിടെ എന്താ ചെയ്യാൻ പറയുന്നത്? ഒരു ഹെൽത്ത് സർവേ ആൾക്കാർ ഹെൽത്ത് സർവേ വരികയാണ്. ഹെൽത്ത് സർവേ is being conducted. ഹെൽത്ത് സർവേ കണ്ടക്ട് ചെയ്യുകയാണ്. They visit house in order of their number. അപ്പോൾ വീടിന്റെ നമ്പർ അനുസരിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു? ഓരോ വീട്ടിലും എന്ത് ചെയ്യുന്നുണ്ട്? സർവേയുമായി ബന്ധപ്പെട്ട് പോകുന്നുണ്ട്. And they reach Minha home. അങ്ങനെ അവർ മിൻഹയുടെ വീട്ടിലും എത്തി. ഇതാണ് മിൻഹയുടെ ഹോം. മിൻഹയുടെ വീട്ടിലും എത്തി. മിൻഹയുടെ വീട്ടു നമ്പർ എത്രയാണ്? 296 ആണ്. റൈറ്റ് ദ നമ്പർ ഓഫ് ഹൗസ് ദേ ആർ ഗോയിങ് ടു വിസിറ്റ് നെക്സ്റ്റ്. അങ്ങനെയാണെങ്കിൽ ആ ഓർഡറിൽ അടുത്തടുത്ത വീടുകളുടെ ഓർഡറിൽ എന്ത് ചെയ്യണം? കറക്റ്റ് ഓർഡറിൽ നമ്പറുകൾ എഴുതുക. അതുപോലെ ഈ കാണുന്ന വീടുകൾ കളർ കൊടുക്കാത്ത വീടുകൾക്ക് എന്ത് ചെയ്യുക? കളർ കൊടുക്കുക. ഇവിടെ നോക്കൂ 295. അടുത്തത് ഇവിടെ 296. അടുത്ത എന്ത് എഴുതാം? 297 298 299 300 301 302 303 304 305 306 307 308 309 310 311. കണ്ടോ? അതുപോലെ നമ്പറുകൾ ഓർഡറിൽ കൊടുക്കുന്നു. തുടർച്ചയായിട്ടുള്ള നമ്പറുകൾ കണ്ടിന്യൂ ആയിട്ടുള്ള നമ്പേഴ്സ് കൊടുക്കുക. വീടിന് കളർ കൊടുക്കുക. എല്ലാ കൂട്ടുകാർക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിന്റെ മാത്സിലെ രണ്ടാമത്തെ യൂണിറ്റിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ ക്ലാസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടിന്റെ ക്ലാസ്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഫസ്റ്റ് പാർട്ട് കണ്ട കൂട്ടുകാർ സെക്കൻഡ് പാർട്ടും കൂടെ കാണുക. അതേപോലെ തന്നെ മാത്സ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ക്ലാസ്സുകളും കാണുക. എല്ലാ സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റ് ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്